ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് റവ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ നല്ലൊരു പലഹാരമാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് ഇനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. വറുത്തതോ വറുക്കാത്തതോ ആയ റവ നമുക്ക് എടുക്കാവുന്നതാണ്. ഞാൻ ചേർത്തേക്കുന്നത് വറുക്കാത്ത റവയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തൈരാണ്. 3 ടേബിൾ സ്പൂൺ തൈര് ഞാൻ ചേർക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തൈര് ആയതുകൊണ്ടാണ് 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നല്ല പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ മാത്രം മതിയാകും. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് യോജിപ്പിച്ചെടുക്കുക. റവ ആയതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുതിർന്ന് വരും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ റവയും തൈരും കൂടി ഞാൻ ഈ ഒരു രീതിയിലൊന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനുണ്ട്. അത് ചെയ്ത് വരുമ്പോഴത്തേക്ക് റവയൊക്കെ കുതിർന്ന് കുറച്ചുകൂടി ഇത് തിക്കായിട്ട് കിട്ടും. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഞാൻ കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ കുറച്ച് മാത്രം മതി. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ കപ്പലണ്ടിയുടെ പുറം ഭാഗമൊന്നും കരിഞ്ഞു പോകരുത്. അപ്പോൾ തീ കൂട്ടിയിടാൻ പാടില്ല. ചെറിയ രീതിയിൽ ഇതിൻ്റെ തോലയ്ക്ക് ഒന്ന് പൊട്ടി വരുന്ന ആ ഒരു സമയം നമുക്ക് മനസ്സിലാവും ഇത് മൂത്ത് വരുന്നുണ്ടെന്നുള്ളത്. പെട്ടെന്ന് ഇതൊന്ന് മൂത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ തീയൊന്നും കൂട്ടി വെക്കരുത്. അപ്പോൾ ഇതിൻ്റെ പുറഭാഗമൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ ഇതാ കണ്ടല്ലേ, ഇതിൻ്റെ തോലൊക്കെ പൊട്ടി ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഈ തവയുടെ സൈഡിലോട്ട് തന്നെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ആ ചൂട് കൊണ്ട് തന്നെ ഇരുന്ന് കുറച്ചുകൂടി ഇതൊന്ന് മൂത്ത് കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഈ കടുക് നമുക്ക് സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം. കപ്പലണ്ടി നീക്കി വെച്ചതുപോലെ ഈ കടുക് നമുക്ക് അത്രയും പറ്റില്ല, എങ്കിലും കുറച്ച് ഞാൻ ഇതുപോലെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരുപാടങ്ങ് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിലൊന്ന് ആയി വന്നാൽ മതി കേട്ടോ. പിന്നീട് ഇതെല്ലാം കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിക്കൊള്ളും. ഇപ്പോൾ ദാണ്ട് ഈ ഒരു പരുവായിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് ഞാനൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ദാണ്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് ക്യാരറ്റാണ്. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റാണ്. അതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. എരിവിനായിട്ട് ഒരു പച്ചമുളക് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് വഴണ്ടി വരേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഒരു പച്ചപ്പൊക്കെ ഒന്ന് പോയി ആ ഒരു രീതിയിലൊന്ന് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ കൈവിടാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. ഇത് പ്രത്യേകിച്ച് അടച്ചൊന്നും വെക്കുന്നില്ല, ഞാൻ ഇങ്ങനെ തുറന്ന് വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതാ ഈ ഒരു പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ റവയൊക്കെ ദാണ്ട് കുറച്ചുകൂടി ഒന്ന് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. കുതിർന്ന് നല്ല രീതിയിൽ വന്നിട്ട് കുറച്ച് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് ലൂസ് ആവാൻ പാടില്ല കേട്ടോ. കുറച്ച് തിക്കായിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ചെറിയ ചൂടോടുകൂടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് തണുക്കേണ്ട ആവശ്യമില്ല. ചെറിയ ചൂടോടുകൂടി തന്നെ ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് ഈ പച്ചക്കറികളൊക്കെ വഴറ്റിയിട്ടത് കൊണ്ടും അതുപോലെ ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും കപ്പലണ്ടിയും ഒക്കെ ചേരുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ് പലഹാരത്തിന് കേട്ടോ. ഇടയ്ക്ക് ഇതൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതായത് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മളിത് തയ്യാറാക്കിയെടുക്കാൻ. ഒരുപാട് ലൂസാവാൻ പാടില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഇതൊക്കെ വഴറ്റിയെടുത്തപ്പോഴേ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് വേണം നമ്മൾ ഉപ്പ് ചേർക്കാനായിട്ട്. കൂടെ തന്നെ
കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. അത് രണ്ടും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. ഇനി ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 2 പിഞ്ച് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. എങ്ങും കട്ട പിടിച്ചിരിക്കരുത്. ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. നമ്മളിത് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കുന്നത് കൊണ്ടാണ് ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്തേക്കുന്നത്. ഇനി ബേക്കിംഗ് സോഡ ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ ഈ മാവ് 1-2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചാൽ മതി. നമ്മളിതിലേക്ക് തൈരൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ 1-2 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ മാവ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് നല്ലതുപോലെ ഞാനതൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. നമ്മളിത് ആവിയിലാണ് തയ്യാറാക്കിയെടുക്കുന്നതും. അതേപോലെ തന്നെ ഈ ചെറിയ പാത്രത്തിൽ ഒഴിച്ചാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി ഈ ചെറിയ പാത്രത്തിലല്ലാതെ കുഴിയുള്ള പാത്രത്തിലോ അതുപോലെ തന്നെ വലിയ പ്ലേറ്റിലൊക്കെ ഒഴിച്ചിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഈ പാത്രത്തിലെല്ലാം ഞാൻ കുറച്ച് എണ്ണയൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടിയാണ് എണ്ണ തേച്ച് കൊടുക്കുന്നത്. ഇനി ഓരോ പാത്രത്തിലായിട്ട് കുറേശ്ശെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ഭാഗമോ അല്ലെങ്കിൽ പാത്രത്തിൻ്റെ പകുതി അളവിൽ മാത്രമേ ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കാവൂ കേട്ടോ. എല്ലാത്തിലും ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ലൂസാവാതെ ഈ ഒരു തിക്നെസ്സോട് കൂടി വേണം നമ്മൾ തയ്യാറാക്കാൻ. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ പോയിട്ട് നല്ല രീതിയിൽ ഇതിൻ്റെ അടിവശമൊക്കെ നല്ല രീതിയിൽ കിട്ടും. ഇനി നമുക്കിത് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തിളയ്ക്കാറായി വന്നിട്ടുണ്ട്. ഇതേപോലെ ഒരു പാത്രം ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് സ്റ്റീം ചെയ്യാനായിട്ട്. ഇനി ഇതുപോലത്തെ പാത്രം ഇല്ലെന്നുണ്ടെങ്കിൽ ചെറിയൊരു സ്റ്റാൻഡോ അല്ലെങ്കിൽ ഒരു ചെറിയ പാത്രം വെള്ളത്തിൽ അകത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ആദ്യത്തെ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്യണം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് ഒരു 7-8 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ആവി കയറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പലഹാരമൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് ഇളകിയതായി ഇതേ രീതിയിലൊന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലൊരു സ്പൂണ് വെച്ചിട്ട് പതുക്കെ ഇതുപോലൊന്ന് വിടുവിച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാവുന്നതാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള നല്ലൊരു പലഹാരമാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. നമ്മൾ അരി ഉഴുന്നും ഒന്നും വെള്ളത്തിലിടാനൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ രാവിലെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഇത് ചെയ്ത് നോക്കണം. ബാക്കി വന്നിരുന്ന മാവ് ഇതുപോലൊരു പാത്രത്തിൽ ഞാനൊന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മളിതിൻ്റെ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല ഇത് തയ്യാറാക്കാനായിട്ട്. നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുന്ന ആ ഒരു സമയമൊക്കെ ആവത്തുള്ളൂ. ആ നേരം കൊണ്ട് തന്നെ റവ കുതിർന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല സൂപ്പറായിട്ടാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരു വട്ടമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.